നിരാശയുണ്ട്, വിഷമമൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അത്ഭുതമൊന്നുമില്ല, ഷോക്ക് എന്ന് പറയാനേ ഇല്ല. എപ്പോഴും പറയാറുള്ള പോലെ സാഡൻഡ് ബട്ട് നോട്ട് ഷോക്ക്ഡ് എന്ന് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. ഇതിൽ പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള ആണുങ്ങളൊക്കെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പം ഇരയാക്കപ്പെടുന്ന ആൾക്കാർ നിരന്തരം തോൽപ്പിക്കപ്പെടുക ചെയ്യുക. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്കറിയാം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസെങ്കിലും നമുക്ക് പറയാനില്ല. ഇപ്പം സർവൈവറായിട്ടുള്ള ആളുമായിട്ട് ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറയാറുണ്ട്, സജ്ജമായിരിക്കണം, ഇത് തോൽക്കാനുള്ള ഒരു പോരാട്ടമാണ് എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ മുന്നിലുള്ള ഐസ്ക്രീം പാർലർ കേസാണെങ്കിലും ഈ ബിഷപ്പ് ഫ്രാങ്കോൻ്റെ കേസാണെങ്കിലും ഒക്കെ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ അതിന് സ്ഥിരമായിട്ട് അവൾ തിരിച്ച് തന്നെ എനിക്ക് ധൈര്യം തന്നിരുന്നത് ഇതങ്ങനെയല്ല എന്നാണ്. കേരളത്തിൽ ഇനി ഇത് മുന്നോട്ട് വെച്ച സാമൂഹ്യ പാഠം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുമ്പം ഒരു കാരണവശാലും പരാതിയായിട്ട് പോകരുത്. വീണ്ടും തോൽപ്പിക്കപ്പെടുക മാത്രമേ ഉള്ളൂ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടായി, എന്താണ് ആ സ്ത്രീകളൊന്നും പരാതിയായിട്ട് മുന്നോട്ട് പോവാതിരുന്ന് എന്ന് ചോദിച്ചു. 10 കൊല്ലം മുന്നോ 20 കൊല്ലം മുമ്പോ ഒക്കെ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ഇവിടെ ഇന്ന് സംഭവിക്കുന്നത് ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആവർത്തിക്കും. എനിക്കൊന്ന് ധന്യ രാജേന്ദ്രൻ അത് പലതവണ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ഇപ്പം പെട്ടെന്നുള്ള ഒരു തോൽപ്പിക്കലല്ല. ഈ ജേണിക്കിടയിൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം സ്ത്രീ ആയിട്ടുള്ള ജഡ്ജ് ആയിരുന്നിട്ട് പോലും എനിക്ക് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ഇര പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൽ മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സാമാന്യ ബുദ്ധി വെച്ചിട്ട് ഞാൻ തിങ്കിങ് അലൗഡ്, ഞാൻ ആലോചിക്കുക, അങ്ങനെ ഒരു ഇരയാക്കപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ എന്താണ് എനിക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കാവുന്നത് അല്ലേ ഉള്ളൂ. എനിക്ക് മറ്റ് താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ ഞാൻ എന്തിനാണ് ഞാൻ തന്നെ ഇത് വിധി പറയും എന്ന് പറഞ്ഞത്? എത്ര തവണയാണ് ഇരയാക്കപ്പെട്ട വ്യക്തി ഓൾറെഡി അവർക്ക് ഇരയാക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ട്രോമയ്ക്ക് പുറമെ ഈ ആൾ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി നിൽക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ അവർ തന്നെ അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചത്? അത് തൊട്ട് ഈ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് സൂക്ഷിക്കുക, അതിൻ്റെ ആഷ് വാല്യൂവിൽ മാറ്റം വരിക, ഈ പറഞ്ഞ എന്തിനെങ്കിലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടായോ? ആ പറഞ്ഞ മനുഷ്യരൊക്കെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, അവരൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവരെ ഒന്നും പേരിൽ എന്തെങ്കിലും നടപടി ഉള്ളതായിട്ട് കേട്ടറിയില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ പ്രതികൾക്ക് കുറ്റം ചെയ്യാൻ ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ? ആ മോട്ടീവ് എന്താണെന്നൊരു ചോദ്യമില്ലേ? ഈ 1 മുതൽ 6 വരെ ഉള്ളത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാർ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് നമ്മളുടെ ഇതുവരെയുള്ള ഇത്തരം കേസുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരേ മൊഴിയുടെ പേരിൽ 2 പേരുകൾ വരികയും അതിൻ്റെ ഒരാളെ മാത്രം ശിക്ഷിക്കുകയും ചെയ്തതാണ് നമ്മൾ ഇതിന് മുമ്പേ ഉള്ള നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത കേസുകളൊക്കെ. ഇനിയും അത് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം അവരൊക്കെ ജയിക്കുകയും കേരളം തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അത്തരം ആൾക്കാരെ ഇലക്ഷനിൽ ജയിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിരന്തരം തോൽപ്പിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സർക്കാർ ഹൈക്കോടതി സമീപിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 8 വർഷവും ഇത്ര മാസവും ഒക്കെ കഴിഞ്ഞ ഒരാൾ എത്ര എക്സോസ്റ്റഡ് ആയിരിക്കും. അവർ തന്നെ വീണ്ടും ഈ യാത്രയിലേക്ക് നമ്മൾ അവരെ നിർബന്ധിക്കുകയാണ്. പക്ഷേ സർക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണും. ഈ വിധി വന്ന ശേഷം അതിജീവിതം സംസാരിക്കാൻ പറ്റിയിരുന്നോ? അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? വിധിയോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, വിധി വന്നതിന് ശേഷം സംസാരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണ് താല്പര്യം പറഞ്ഞിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.